അല്ലെന്ന്. ചേട്ടൻ ശരിയല്ല, ചേട്ടന്റെ മൊബൈലിൽ കൊണ്ടുവന്ന്, ചേട്ടന്റെ മൊബൈലിൽ കൊണ്ടുവന്ന്. പിന്നെ മൊബൈൽ നോക്കലായി, പരിശോധനകളായി. അവിടുന്ന് അങ്ങോട്ട് വഴക്ക് തുടങ്ങി. രാത്രിയിൽ അസ്വസ്ഥയായി. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് കിടന്നു. ഒരു ദിവസമല്ല, രണ്ടാം ദിവസം, മൂന്നാം ദിവസം അകൽച്ചയായി. ഭക്ഷണം ഭർത്താവ് വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല. അയാൾ നിരാശനാകാൻ തുടങ്ങി. അയാളുടെ ഉള്ളിലും അസ്വസ്ഥത കയറി തുടങ്ങി. ശക്തമായ ഒരു പീഡ അങ്ങോട്ട് ഇയാളുടെ ഉള്ളിലും ബാധിക്കാൻ തുടങ്ങി. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ അടി, പിടി, വഴക്ക്, അസ്വസ്ഥത. ഇതിനിടയിൽ ഭാര്യ പറഞ്ഞു, എന്നെ വഞ്ചിക്കുന്ന ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ വിഷം കഴിച്ചു മരിക്കും. ഭർത്താവ് പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും പൊക്കോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കലുതുള്ളി വീട്ടിന് പുറത്തോട്ടിറങ്ങുന്നു. ഭർത്താവിന് അരിശം ഇങ്ങനെ തുടങ്ങി. ചാകത്തൊന്നുമില്ല, പറച്ചിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങി. എല്ലാ ദിവസവും അടി പിടി ബഹളം. ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ചൊന്ന് പഠിച്ചേ. ആരാണ് തെറ്റുകാരൻ? എവിടെയാ പ്രശ്നം തുടങ്ങിയത്? 35 വർഷമായിട്ട് മനസമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കണം. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി ബഹളം ഉണ്ടാക്കുമ്പോൾ മാറിയിരുന്ന് ചിരിച്ചോണ്ട് ഒരാളുണ്ട്. ആരാത്? പിശാച്. ഇങ്ങോട്ട് നോക്കിക്കേ. പിശാച് കേറി ഇവരുടെ ഉള്ളിൽ ഇവരെ തമ്മിൽ തെറ്റിക്കുന്നു. പിശാച് കേറി ഭാര്യയുടെ ഉള്ളിൽ ആദ്യം ഒരു സംശയ പിശാച് കൊണ്ട് കേറി. എന്നിട്ട് തലയ്ക്കകത്തോട്ട് കേറി ഭർത്താവിനെ കുറിച്ച് സംശയം വർദ്ധിപ്പിച്ചു. ഉടനെ തന്നെ ഭർത്താവ് ആദ്യമൊക്കെ ശാന്തനായിരുന്നു. പിന്നീട് അയാളുടെ സ്വഭാവം മാറി. അയാളുടെ ഉള്ളിലും പിശാച് കയറിയിരിക്കുന്നു. അയാളുടെ ഉള്ളിലും അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അയാളും പ്രതികാര ബുദ്ധിയോടെ, പ്രതിഷേധ മനോഭാവത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു. തല്ലാൻ കൊടുങ്ങുന്നു, അഭ്യഹളം തുടങ്ങുന്നു, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു. ഉറക്കമില്ല. ഇവിടെ വിജയിക്കുന്നത് ആരാണ്? പിശാചാണ്. ഈ ഭർത്താവ് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? എന്റെ ഭാര്യയുടെ ഉള്ളിൽ ഒരു പൈശാചിക പീഡ കയറിയിരിക്കുന്നു. ഈ ഭർത്താവ് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഭാര്യയോടല്ല, ഭാര്യയുടെ ഉള്ളിലുള്ള ഈ സംശയത്തിന്റെ ദുഷ്ടാത്മാവിനോട് വേണം യുദ്ധം ചെയ്യാൻ. ഭാര്യ ഭർത്താവിനെ കുറിച്ച് തിരിച്ചറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവിനോടല്ല യുദ്ധം ചെയ്യേണ്ടത്, ഭർത്താവിന്റെ ഉള്ളിൽ കടന്നു വന്ന ദുഷ്ടാത്മാവിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വീട്ടിലെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സമാധാനം തകർക്കാൻ ആര് വരും? സാത്താൻ വരും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ നുണയനും നുണയുടെ പിതാവും. അവൻ എന്തിനാ വരുന്നത്? 3 കാര്യങ്ങൾ: മോഷ്ടിക്കാനും, കൊല്ലാനും, നശിപ്പിക്കാനും. അവൻ മോഷ്ടിക്കുന്നു. എന്ത് മോഷ്ടിക്കുന്നു? നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണവും വെള്ളി എടുത്തോണ്ട് പോകുന്നല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലുള്ള സമാധാനം അവൻ എടുത്തോണ്ട് പോകും. അവൻ മോഷ്ടിക്കും, കൊല്ലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആത്മാവിനെ കൊല്ലും, പിന്നെ നശിപ്പിക്കും. സ്വസ്ഥത മുഴുവൻ പോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് എനിക്കും നിനക്കും കർത്താവ് ഈ വചനം പങ്കുവെക്കുമ്പോൾ പൗലോസ്ലീഹ തിരിഞ്ഞു നിന്ന് അവളിലെ ദുഷ്ടാത്മാവിനെ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെയല്ല, ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കടന്നു വന്ന ഒരു ദുഷ്ടശക്തിയാണ് ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാവോ? നമ്മളും നമ്മുടെ ജീവിത ബന്ധത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് കൃത്യമായി ഒരു വ്യക്തിയോടല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. വിശ്വസിക്കുന്നവര് ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണത്തിന് മകനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവന് കൂട്ടുകെട്ടാണ്, അവന്റെ സ്വഭാവം ശരിയല്ല, അനുസരണക്കേടിന്റെ ദുരാത്മാവ് അവന്റെ ഉള്ളിൽ കയറി. രാവിലെ മുതൽ അവനെ ഉപദേശിച്ച് അവനെ ശകാരിച്ച് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം. നിങ്ങൾ ഉപദേശം കൂടുന്നതനുസരിച്ച് അവൻ അസ്വസ്ഥനാവും. നിങ്ങളുടെ ദേഷ്യം കൂടുന്നതനുസരിച്ച് അവന്റെ ഉള്ളിൽ പ്രതികാര ബുദ്ധി വരും. നിങ്ങൾ അവനെ ശാസിക്കുന്നതനുസരിച്ച് അവൻ അവന്റെ തോന്നിവാസം കാണിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏത് ബന്ധവുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെ നമ്മൾ കണ്ടെത്തണം. ആ ദുരാത്മാവിനെതിരായി നമ്മൾ യുദ്ധം ചെയ്യണം. ആമേൻ, ആമേൻ.
ശബ്ദങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊരിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ 10, 10-ാം അധ്യായം, അതിന്റെ 3-ഉം 4-ഉം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 10-ാം അധ്യായം, അതിന്റെ 3-ഉം 4-ഉം തിരുവചനം. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ശരീരം കൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മീയ പോരാട്ടമാണ്, ഒരു സ്പിരിച്വൽ വാർ, ഒരു ആത്മീയ പോരാട്ടമാണ്. നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മുടെ ജീവിത ചുറ്റുവട്ടത്തും ഇന്ന് ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കണം, ഒരു വ്യക്തിക്കെതിരെ അല്ല യുദ്ധം ചെയ്യേണ്ടത്, ശരീരത്തിനെതിരെയല്ല, ജഡത്തിനെതിരെയല്ല, മറിച്ച് ഇതൊരു സ്പിരിച്വൽ വാറാണ്, ആത്മീയ യുദ്ധം